ഈസ്റ്ററിനായി തയ്യാറെടുക്കുന്ന എല്ലാ ക്രിസ്ത്യാനികൾക്കും അനുഗ്രഹീതമായ ഒരു നോമ്പുകാലം ആശംസിച്ച ഇസ്രായേലി ബന്ദികളുടെ കുടുംബങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന റേച്ചൽ ഗോൾഡ്ബർഗ് പോളിൻ. 2023 ഒക്ടോബർ 7 ഹമാസ് ബന്ദികളാക്കിയ ഹെർഷ് എന്ന കുട്ടിയുടെ അമ്മയും ബന്ദികളായ മറ്റ് ഇസ്രായേൽക്കാരുടെ കുടുംബങ്ങളുടെ വക്താവുമായ റേച്ചൽ ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് ആശംസ അറിയിച്ചത്. മകനെ ഹമാസ് തട്ടിക്കൊണ്ടുപോയതിൻ്റെ 131 ദിവസമാണ് റേച്ചൽ സമൂഹ മാധ്യമത്തിൽ വീഡിയോ പങ്കുവച്ചത്. റേച്ചൽ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ മകനെ ഭീകരർ തട്ടിക്കൊണ്ടുപോയതിൻ്റെ ദിവസവും എഴുതിയിരുന്നു. ഹെർഷും മറ്റ് 100-ലധികം പേരും ഇപ്പോഴും ഗാസയിൽ ബന്ദികളായുണ്ട്. അവരെപ്പറ്റി ഇതുവരെയും യാതൊരു വിവരവും ലഭ്യമല്ല. ബന്ദികളുടെ കുടുംബത്തിന് പിന്തുണ നൽകിയതിന് തൻ്റെ ക്രിസ്ത്യൻ അയൽക്കാർക്കും സുഹൃത്തുക്കൾക്കുമുള്ള നന്ദിയും വീഡിയോയിലൂടെ റേച്ചൽ അറിയിച്ചു. നോമ്പുകാലത്തിൻ്റെ ആശംസകൾ അറിയിച്ച റേച്ചൽ ഹർഷിൻ്റെയും ഹമാസിൻ്റെ കൈവശമുള്ള മറ്റ് ബന്ദികളുടെയും തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഗാസ മുനമ്പിൽ അവശേഷിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ജീവിത സാഹചര്യം മോശമാകുന്നുവെന്ന് വെളിപ്പെടുത്തി ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡ് സംഘടന ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിക്കുന്ന വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ഹമാസ് ഇസ്രായേൽ പോരാട്ടം സംഘർഷം വീണ്ടും ആരംഭിച്ച് 4 മാസത്തിനിടെ 30ഓളം ക്രിസ്ത്യാനികളാണ് ഗാസയിൽ മരിച്ചതെന്ന് സംഘടന റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് ഇടവക കോമ്പൗണ്ടിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ 17 പേരും ഹോളി ഫാമിലി ദേവാലയത്തിൽ ഇസ്രായേലി സ്നൈപ്പർമാർ കൊലപ്പെടുത്തിയ 2 സ്ത്രീകളും ഇതിൽ ഉൾപ്പെടുന്നു. തെലങ്കാന രംഗാറെഡ്ഡി ജില്ലയിലെ ക്രൈസ്തവ ദേവാലയത്തിന് നേരെ ആക്രമണം. ദളിത് ക്രൈസ്തവർ ദേവാലയത്തിൽ ആരാധന നടത്തുന്നതിനിടെയായിരുന്നു ആക്രമണം. സംഭവത്തിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 20ഓളം പേർക്ക് പരിക്കേറ്റു. 200ഓളം വരുന്ന ബജ്റംഗ് ദൾ പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ആരാധനാലയത്തിലെ ക്രൂശിത രൂപവും കസേരകളും കെട്ടിടത്തിൻ്റെ മേൽക്കൂരയും തകർത്തതായി ആക്രമണത്തിനിരയായവർ പറഞ്ഞു. റോഡ് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. പള്ളിവക ഭൂമി കയ്യേറിയാണ് റോഡ് വീതി കൂട്ടുന്നതെന്നാണ് ദളിത് വിഭാഗക്കാർ പറയുന്നത്. നോമ്പിൻ്റെ ദിനങ്ങളിൽ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ നിശബ്ദമായ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണമെന്ന് ഫ്രാൻസിസ് പാപ്പ. വിഭൂതി ബുധനോടനുബന്ധിച്ച് റോമിലെ സാന്റാ സബിന ബസിലിക്കയിൽ വിഭൂതി തിരുക്കർമ്മങ്ങളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു പാപ്പ. സഹോദരരെ, നമുക്ക് മടങ്ങിപ്പോകാം. പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങാം. നോമ്പിൻ്റെ ഈ ആഴ്ചകളിൽ നമുക്ക് നിശബ്ദമായ ആരാധനയുടെ പ്രാർത്ഥനയ്ക്ക് ഇടം നൽകാം. അതിൽ മോശയെപ്പോലെ, ഏലിയായെപ്പോലെ, മറിയത്തെപ്പോലെ, യേശുവിനെ പോലെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ പരിശ്രമിക്കാം. ദൈവത്തിനായി അല്പസമയം ചെലവഴിക്കുകയും അവനിൽ അല്പസമയം വിശ്രമിക്കുകയും ചെയ്യുക എന്നും പാപ്പ സന്ദേശത്തിൽ പറഞ്ഞു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.